അങ്ങനെ നമ്മൾ 45-ാമത്തെ ദിവസം 4-ാമത്തെ ദശകം അവസാനത്തെ ശ്ലോകം 15-ാമത്തെ ശ്ലോകം പാരായണം ചെയ്ത് ഭഗവത്പാദത്തിൽ സമർപ്പിക്കുകയാണ് ഇന്ന്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം ഞങ്ങൾക്ക് തുടർന്ന് മുമ്പോട്ട് ചലിക്കുവാനായിട്ട്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണത്തിലേക്ക് കടക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം വരദോ മമ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗുരുഭ്യോ നമഃ. ദശകം 4 15-ാമത്തെ ശ്ലോകം. അർച്ചിരാദിഗതിം ഈദൃശിം വ്രജൻ വിച്യുതിം ന ഭജത്തെ ജഗത്പതേ. സച്ചിദാത്മകഭവദ്ഗുണോദയാൻ ഉച്ചരന്തം അനിലേശ പാഹി മാം. സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ചരന്തം അനിലേശ പാഹി മാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അങ്ങനെ 45-ാമത്തെ ദിവസം 4-ാമത്തെ ദശകം പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. എല്ലാവരും വീഡിയോസൊക്കെ, ഈ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പാരായണവും അതുപോലെ 4-ാമത്തെ ദശകവും ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. നമസ്കാരം. നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണ ഇത് നാമ സങ്കീർത്തനം സദാ ലോകക്ഷേമായ കുറുവന്തം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണ നമസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാ പ്രാണനായകം പത്മനാഭവിരാധീശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം. 4-ാം ദശകത്തിൻ്റെ സമാപന ശ്ലോകം, സമർപ്പണ ശ്ലോകം. വളരെ ഗംഭീരമായിട്ടുള്ളൊരു ദശകം. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധം ആണ് ഇതിൽ ഭട്ടതിരിപ്പാട് സംക്ഷേപിച്ചിരിക്കുന്നത്. ആ ദ്വിതീയ സ്കന്ധത്തിലെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ഇത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കവിത്വം ഇതിൽ നമുക്ക് തെളിയണത് ശ്രവണകീർത്തന നവധാഭക്തി പ്രഹ്ലാദൻ ഉപദേശിച്ചത്, നാരദൻ തന്നെ ഉപദേശിച്ച നാരദൻ്റെ നവധാഭക്തി, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന ആ നാരദൻ ഉപദേശിച്ച ആ ആ നവധാഭക്തിയെ ശ്രീശുകൻ പരീക്ഷത്തിനാദ്യം ഉപദേശിക്കുന്നുണ്ട് മറ്റൊരു തരത്തിൽ. പക്ഷെ ഇവിടെ ആ ഘട്ടങ്ങളിലൂടെ
ആണ് ഈ 3ഉം 4ഉം ദശകങ്ങളെ സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം. 3ാമത്തെ ദശകത്തിൽ നവധാഭക്തിയിലെ കുറച്ച് ഭാഗം പറഞ്ഞു, 4ാമത്തെ ദശകത്തിൽ അതിൻ്റെ ബാക്കി ഭാഗം പറഞ്ഞു. അപ്പോൾ ആ നവധാ ഭക്തിയുടെ പ്രാധാന്യം ഏത് ധ്യാനയോഗത്തിലൂടെ വിഷ്ണുപദത്തിലേക്ക് എത്തിച്ചേർന്നാലും, എങ്ങനെയെല്ലാം ജ്ഞാനപന്ഥാവിലൂടെ സഞ്ചരിച്ചാലും, യദൃച്ഛയാ മൽക്കഥാദു ജാതശ്രദ്ധസ്തു യപ്പുമാൻ ന നിർവിണ്ണോ ന ആതിസക്തോ ഭക്തിയോഗോസ്യ സിദ്ധിത എന്ന് ഭഗവാൻ ഉദ്ധവനെ ഉപദേശിക്കുന്നുണ്ട്. യദൃച്ഛയാ, എങ്ങനെയെങ്കിലും യാദൃച്ഛികമായി എങ്ങനെയെങ്കിലും മൽക്കഥാദു ജാതശ്രദ്ധസ്തു, അതൊരു നിരീശ്വരവാദിയുടെ കാര്യമല്ല പറയണത്. ജ്ഞാനികളായ ആളുകൾ, ഭക്തിയോട് അത്ര താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ഭക്തി എന്നുള്ളത് മൃദുലമായിട്ടുള്ള ഭാവമാണ്, മൃദുലഭാവത്തിലൂടെ നിർവിണ്ണനാവാൻ സാധിക്കുകയില്ല എന്നുള്ള ചിന്തയുള്ള ആൾക്കാർ, ഉദ്ധവ, അവർ യദൃച്ഛയാ യാദൃച്ഛികമായി എൻ്റെ കഥകൾ കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ടി വന്നാൽ, എൻ്റെ കഥകൾ കേൾക്കൽ വേണ്ടി വന്നാൽ, ധ്യാതശ്രദ്ധ, അവർക്ക് ശ്രദ്ധയുണ്ടാവും. കേൾക്കൽ വേണ്ട വിധത്തിൽ നടന്നു കഴിഞ്ഞാൽ ശ്രദ്ധയുണ്ടാവും, ഉറപ്പാണ്. പിന്നെ സ്മരണമായി എന്നാൽ നിർവിണ്ണ, ആ സ്മരണത്തോടു കൂടി നിർവിണ്ണനായിട്ട്, കാരണം ഭഗവാനാണ് പ്രപഞ്ചം മുഴുവൻ എന്നുള്ള ഒരു ബോധ്യമുണ്ടായി കഴിഞ്ഞാൽ നിർവിണ്ണത്വം തന്നെ കൈവരും. പിന്നെ അവന് ആതിസക്ത, അവിടെ എന്താ സ്മരണം കഴിഞ്ഞാൽ പാദസേവന ഭാവത്തിൽ ഒരു അതിസക്തി ഒന്നിനോടും ഉണ്ടാവില്ല, തൻ്റേതുമായിട്ടുള്ള മോഹങ്ങൾ ഉണ്ടാവില്ല. ഹരി ശരണം എന്ന ഭാവത്തിൽ പാദസേവനത്തോടു കൂടി അവിടെ ജീവിക്കുമ്പോൾ ഭക്തിയോഗോസ്യ സിദ്ധിത, അവിടെ ഭക്തിയോഗം വരും. അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ഇതൊക്കെ ആത്മനിവേദനം, ഇതൊക്കെ ഭക്തിയോഗത്തിൻ്റെ ഘട്ടങ്ങളാണ്. അപ്പോൾ ഈ ഏതെങ്കിലും തരത്തിലുള്ള ഭക്തിയിലൂടെ അല്ലാതെ മനസ്സിന് ശുദ്ധി ഉണ്ടാവില്ല, ചിത്തശുദ്ധി ഉണ്ടാവില്ല. ചിത്തശുദ്ധി ഇല്ലെങ്കിൽ ഇതിൻ്റെ ആസ്വാദന ശേഷി ഇല്ലാതെയോ. ഇപ്പോൾ നിരീശ്വരവാദികളെ പോലെയോ, നിരീശ്വരവാദികൾക്ക് ആരോടും സ്നേഹമില്ല, അവർക്ക് ആരെങ്കിലും നിരുപാധികമായിട്ട് സ്നേഹിക്കാൻ സാധിക്കില്ല. നിങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം. കാരണം ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണ് അവരെല്ലാവരും. ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരുടെ ഇല്ലായ്മയാണ് മുഖത്ത് കാണുക. തേജസ് ഇല്ലായ്മ. തേജസ് എന്ന് വെച്ചാൽ ചൈതന്യം. ചൈതന്യബോധം, ചിത്ബോധം ഇല്ലെങ്കിൽ ആ മുഖത്തെങ്ങനെയാണ് പ്രസരിപ്പ് ഉണ്ടാവുക? അതുകൊണ്ടാണ് അത് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുടെ മുഖത്തേക്ക് നമുക്ക് നോക്കാൻ താല്പര്യമില്ലാത്തത്. കാരണം ഇല്ല എന്ന് പറയുന്നവൻ്റെ മനസ്സ് അനുനിമിഷം നിരാശഭാവത്തിലേക്ക്, നിരാകരണ ഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. എല്ലാറ്റിനെയും നിരാകരിക്കുന്നവന് എങ്ങനെ ഏതിനെയെങ്കിലും സ്വീകരിക്കാൻ സാധിക്കും? ഇല്ല, ഒന്നിനെയും സ്വീകരിക്കാൻ സാധിക്കില്ല. ആ നിരാശഭാവം അവൻ്റെ മുഖത്ത് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ നിരാശഭാവത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ചൈതന്യം ബോധ്യം വരില്ല. നേരെ മറിച്ച് ഭക്തിയോഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഈ ചൈതന്യം ഉണരാൻ, കാരണം അങ്ങനെയുള്ളവർക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല എങ്കിൽ ഭക്തിയിലൂടെ ആസ്വാദനശേഷി നമുക്ക് ഉണ്ടായിത്തീരും. ഒരിക്കൽ നമ്മളിവിടെ പറഞ്ഞതാണ് അത്. അപ്പോൾ ഇവിടെ എന്താണ് വിഷയം? 4ാമത്തെ ദശകത്തിൽ അദ്ദേഹം അഷ്ടാംഗയോഗത്തെക്കുറിച്ച് പറഞ്ഞു. ഈ അഷ്ടാംഗയോഗത്തിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള തുഷ്ടയാശു, പുഷ്ടയാശു, പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് ഞാൻ വേഗം എത്തിക്കോളാം എന്നാണ്. പുഷ്ടിപ്പെടുത്തുക, എന്തൊരു കാര്യമാണെങ്കിൽ പുഷ്ടി വരണമെങ്കിൽ അതിലേക്ക് ശ്രദ്ധയുണ്ടാവണം. ഇന്ന് മാത്രമല്ല, അഭ്യാസബലവും ഉണ്ടാവണം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ ജയിലിലിട്ട പോലെ അടച്ചിട്ടിരിക്കാറില്ലേ? കാപ്പിയും ചോറും എല്ലാം അവർക്ക് ആ റൂമിലൂടെ വെച്ച് കൊടുക്കും, ക്വാറൻറ്റീനിൽ ഇരിക്കുന്ന ആൾക്കാരെ പോലെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ക്വാറൻറ്റീൻ ഒരു അത്ഭുതം ഉണ്ടാവില്ല. കാരണം അവർക്ക് ഓൾറെഡി ഏകാന്തത്തിലാണ് അവർ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ.
ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നതുപോലെയാണ് ഈ അവസ്ഥ. അഷ്ടാംഗയോഗത്തിലൂടെ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അഭ്യാസം, ശ്രദ്ധ, ഇത് രണ്ടും ആ ഏത് വസ്തുവിലേക്കായാലും ഇല്ലെങ്കിൽ അത് പുഷ്ടിപ്പെടുകയില്ല. ശ്രദ്ധയും അഭ്യാസവും നഷ്ടപ്പെടാതിരിക്കാനാണല്ലോ നമ്മളവരെ മുറിയിലിട്ട് പൂട്ടണത്. അപ്പോൾ ഈ അഭ്യാസബലത്താൽ ഏത് യോഗമാർഗങ്ങളായാലും അഭ്യാസബലത്താലേ വർദ്ധിക്കുള്ളൂ. കർമ്മയോഗമായാലും ഭക്തിയോഗമായാലും ധ്യാനയോഗമായാലും ജ്ഞാനയോഗമായാലും അഭ്യാസബലത്താലേ അത് വർദ്ധിക്കുകയുള്ളൂ. അഭ്യാസബലം നഷ്ടപ്പെട്ടാൽ താല്പര്യം കുറയും, ശ്രദ്ധ കുറയും. ശ്രദ്ധ, അഭ്യാസം, ഉണർവ്, ഇത് മൂന്ന് ഘട്ടങ്ങളാണ്. ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ മറ്റു രണ്ടെണ്ണം ഉണ്ടാവില്ല. ശ്രദ്ധയില്ലാണ്ടെങ്കിൽ അഭ്യാസം ഉണ്ടാവില്ല, അഭ്യാസം ഉണ്ടായില്ലെങ്കിൽ ഉണർവുണ്ടാവില്ല, ശ്രദ്ധയില്ലെങ്കിൽ ഉണർവുണ്ടാവില്ല, അഭ്യാസമില്ലെങ്കിൽ ശ്രദ്ധയുണ്ടാവില്ല. നമ്മൾ ഈ കുട്ടികളെ ഇരുത്തി നാമം ജപിക്കുന്നില്ലേ, എന്തിനാത്? അഭ്യാസം ആണ്. അപ്പോൾ അവർക്ക് താല്പര്യമുണ്ടാവും. അഭ്യാസം ഉണ്ടെങ്കിലേ അഭ്യാസം, ശ്രദ്ധ രണ്ടാണ്. അപ്പോൾ ഈ ശ്രദ്ധ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ചിലർ താല്പര്യമില്ലാത്തവരാകും, ചിലർ താല്പര്യമുള്ളവരായിരിക്കും, ചിലർ ശ്രദ്ധിച്ച് ചെല്ലും. അഭ്യാസം, ശ്രദ്ധ, ഉണർവ്, ഏത് വസ്തുതയിലും അത് നമ്മൾ പരിശോധിച്ചോളൂ. ഏത് നമ്മളുടെ കാര്യങ്ങളിലും ഈ 3 ഘട്ടങ്ങൾ ആവശ്യമാണ്. ഇവിടെ ആ ക്രമത്തിലുള്ള മുക്തി, സദ്യോമുക്തി ആദ്യം പറഞ്ഞു. മങ്ക്ഷു മോക്ഷരസിക ക്രമേണ വാ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൽ നിന്നുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന് ഇതാ ബ്രഹ്മരന്ധ്രത്തിലൂടെ മുകളിലേക്ക് പോയി അതിൽ നിന്ന് ധ്രുവലോകത്തിലേക്കും, ധ്രുവലോകത്തിൽ നിന്ന് മഹർലോകത്തിലേക്കും, മഹർലോകത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ലോകത്തിലേക്കും, അതിൽ നിന്ന് വിഷ്ണുപദത്തിലേക്കും ഞങ്ങൾ എത്തിക്കോളാം. അവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങൾ അവിടുത്തെ പാടിക്കൊള്ളാം, ആശ്രയിച്ചോളാം എന്നാണ്. അപ്പോൾ ഈ ഘട്ടങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ. ഇതൊരു സുപ്രഭാതത്തിൽ ഭഗവാൻ അനുഗ്രഹിച്ചു തരുന്നതാണോ? ഭഗവാൻ അനുഗ്രഹിക്കും. ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം അഭ്യാസം വേണ്ടേ? ഭഗവാന്റെ അനുഗ്രഹത്തിനോടൊപ്പം അഭ്യാസം വേണം. അഭ്യാസം ഇല്ലെങ്കിൽ അനുഗ്രഹം ഉണ്ടാവില്ല. നല്ല അധ്യാപകന്മാർക്ക് നല്ല നിഷ്കർഷയോടെ, വളരെ ഗൗരവത്തോടെ ആ വിഷയത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് താല്പര്യം. തീർച്ചയായിട്ടും താല്പര്യം കൂടും. താൻ എടുക്കുന്ന വിഷയം ഏതാണോ ആ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ട് സമീപിച്ച്, വളരെ ശ്രദ്ധയോടെ അഭ്യസിച്ച്, ബഹുമാനിച്ച് പഠിക്കുന്ന കുട്ടികളോട് ആ അധ്യാപകന് പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. അതുതന്നെയാണ് ഇവിടെ അവസ്ഥ. അഭ്യാസം ഉണ്ടായാൽ ഭഗവാൻ അനുഗ്രഹിക്കും. പക്ഷേ ഭക്തതിരുപാട് പറയുന്നത് അഭ്യസിക്കാനും ഭഗവാൻ അനുഗ്രഹം വേണം. അതും സത്യമാണ്. കാരണം കർമ്മവാസനകളെ കൊണ്ട് ഏത് വഴിയിലൂടെയാണ് നമ്മുടെ ജീവാത്മാവ് പോകാൻ പോണതെന്നറിയില്ല. എല്ലാ ദിവസവും ജ്യോത്സ്യന്മാരെ പോയി കണ്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ നാളത്തെ എൻ്റെ കാര്യം എന്താണെന്ന്. അപ്പോൾ ഏത് രീതിയിലൂടെ, ഏത് ദിശയിലൂടെയാണ് ഈ ജീവാത്മാവ് കർമ്മം ചെയ്ത് എത്തിപ്പെടാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ വാസനാബലം നശിക്കാൻ അത് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കണം. വേറൊരു മാർഗമില്ല. ഗായത്രി ജപിക്കുമ്പോൾ ധിയോ യോന പ്രചോദയാൽ, നാളെയും എനിക്കിതുപോലെ എഴുന്നേറ്റ് സന്ധ്യാവന്തനം ചെയ്യാൻ എൻ്റെ ബുദ്ധിയെ പ്രേരിപ്പിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. സൽക്കർമ്മം, ബുദ്ധിപ്രേരണ എന്നുള്ളതാണ് അഭ്യാസം. ആ അഭ്യാസം ഉണ്ടാവണമെങ്കിൽ ബുദ്ധിയെ പ്രേരിപ്പിക്കാൻ, ബുദ്ധിയുടെ കൽമഷങ്ങൾ മാറ്റാൻ ശേഷിയുള്ളത് ഭഗവാന് മാത്രമേ ഉള്ളൂ. ആ ഈശ്വരനോട് പ്രാർത്ഥിക്കണം. ബുദ്ധി കൽമഷങ്ങൾ മാറി ദിനേന ഇത് ഒരു അഭ്യാസമായി ശ്രദ്ധയോടെ അതിലേക്ക് ലയിച്ചു ചേരാൻ എനിക്ക് സാധിക്കണമെന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കണം. അപ്പോൾ സദ്യമുക്തി, ക്രമമുക്തിയാണ് അനവധി ശ്ലോകങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞത്. സമാധി എന്നുള്ള 8ാമത്തെ ആ ഘട്ടത്തിലെത്തിയതിന് ശേഷം പിന്നീടുള്ള ഇങ്ങോട്ടുള്ള ശ്ലോകങ്ങളൊക്കെ ഏകദേശം 9ാമത്തെ ശ്ലോകത്തിൽ സമാധി എത്തി. പിന്നീടുള്ള 6 ശ്ലോകങ്ങൾ അല്ലെങ്കിൽ 5 ശ്ലോകങ്ങളെങ്കിലും ഈ ഘട്ടങ്ങളിലൂടെ
അഭ്യാസത്തെ ചെയ്യേണ്ട വിധത്തെയാണ് ഭട്ടതിരിപ്പാട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ക്രമമുക്തി എന്നുള്ളതിനെക്കുറിച്ചാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ആ നിർദ്ദേശാനുസരണം നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഗതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞു, സൂക്ഷ്മ പ്രളയം, സ്ഥൂല പ്രളയം എന്നുള്ള വസ്തുത അത് നമ്മൾ മറക്കരുത്. പ്രളയം എന്നുള്ളത് ഏകാന്തഭാവത്തിൽ നിന്നാണ്. ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ധിതായ ച. ഏകാഗ്രമായി ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് പ്രളയം സിദ്ധിക്കുന്നത്. സൂക്ഷ്മമായിട്ടുള്ള ആ പ്രളയത്തിലൂടെ സ്ഥൂല പ്രളയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. പ്രളയം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ മോക്ഷം എന്ന് മാത്രം. അപ്പം ഘട്ടം ഘട്ടമായിട്ട് എപ്രകാരമാണോ ജീവാത്മാവ് അന്തഃപുരുഷ രൂപേണ കാലരൂപേണ യോ ബഹി എന്നുള്ളതാണ് സാഖ്യയോഗം പറയുന്നത്. അപ്പോൾ ഉള്ളിൽ ജീവാത്മാ രൂപത്തിലിരിക്കുന്ന ആ ജീവാത്മാവ് ഘട്ടം ഘട്ടമായി എങ്ങനെയാണോ ശരീരത്തെ ഭേദിച്ച് സൂക്ഷ്മ പ്രളയത്തിലേക്ക് എത്തിച്ചേരുന്നത്, ബാഹ്യമായ കാലസ്വരൂപനായ ആ പരമാത്മാവും അല്ലെങ്കിൽ ആ ജീവാത്മാവ് തന്നെ പരമാത്മാവിലേക്ക് എത്തിച്ചേരണത് ഘട്ടം ഘട്ടമായി സ്ഥൂലമായി അതാ അവസാനം ഇതാ ധ്രുവപദം, ബ്രഹ്മപദം എന്നിവ കടന്ന് വിഷ്ണുപദത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അവിടെ സൂചിപ്പിച്ചത്. അപ്പം ഇതെല്ലാം ഭക്തി ശ്രദ്ധ. ഏതൊരാചരണത്തിലും നമുക്ക് വേണ്ടത് ഭക്തി ശ്രദ്ധയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ 2 ഘട്ടങ്ങൾ, അഭ്യാസവും ഉണർവും ഉണ്ടായിക്കൊള്ളും. അഭ്യസിച്ചാലേ ഉണർവുണ്ടാവുള്ളൂ. വേദമൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളോട് അഭ്യാസം എന്നാണ് അതിൻ്റെ ഭാഷ തന്നെ. ഇന്ന് അഭ്യസിച്ചോ എന്ന് ചോദിക്കും ഗുരുനാഥൻ. എന്ന് വെച്ചാൽ ആവർത്തിച്ചോ എന്ന്. ആ ആവർത്തനം കൊണ്ടേ, ഒരു പ്രവൃത്തി ആവർത്തിക്കുന്നത് കൊണ്ടേ നമുക്കതിനോട് താല്പര്യം ഉണ്ടാവുള്ളൂ. നമുക്ക് എന്താ ഒരു ഭക്ഷണത്തോട് പ്രത്യേക ഇഷ്ടം വരാൻ കാരണം? നമ്മൾ ആ ഭക്ഷണം ആദ്യം കഴിച്ചപ്പോൾ ഇഷ്ടം തോന്നി, പിന്നീട് അതൊരു ആവർത്തനമാക്കി. എന്തുകൊണ്ടാണ് ഒരു പാട്ടിനോട് ഇഷ്ടം തോന്നാൻ കാരണം? ഒരു തവണ കേട്ടു, ഇഷ്ടമായി, അത് ആവർത്തിച്ചു. ഇങ്ങനെ നമ്മളുടെ ഇഷ്ടങ്ങൾ നോക്കിക്കോളൂ. അതൊരു തരത്തിൽ അഭ്യാസമല്ലേ, ആവർത്തനമല്ലേ? അത് അഭ്യസിക്കുക ചെയ്യണം. ഇപ്പോൾ കർണാടക സംഗീതത്തിനോട് താല്പര്യം ഉള്ള ആൾക്കാർക്ക് എന്താ പറയുക, ലളിത ഗാനങ്ങളോട് അത്ര താല്പര്യമുണ്ടാവില്ല. തിരിച്ചും ഇതൊന്നും അല്ലാത്ത ആൾക്കാർ, ഇതിനെല്ലാറ്റിനെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഞാൻ എന്ത് കിട്ടിയാലും കഴിക്കാം എന്നുള്ള ആൾക്കാരുണ്ട്. അതും അഭ്യാസത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അഭ്യാസം എന്നുള്ളത് ആവർത്തനമാണ്. ആവർത്തിക്കുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടാവില്ലേ എന്നാണ് ചോദ്യം. ആവർത്തനത്തെ ആസ്വദിക്കുക, ആവർത്തിക്കുന്നത് ആസ്വദിക്കുക, ആവർത്തനത്തിൽ ആവർത്തനം ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ആ ആവർത്തനത്തിൽ ആവർത്തനമില്ലാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് ഇന്നലെ എങ്ങനെയാണോ താൻ ചെയ്തതെന്ന് മറക്കുക, ഇന്ന് പുതിയതായിട്ട് എന്താണോ ഉള്ളെന്ന് പറയണത് അത് അനുസരിച്ച്, എന്താണോ ഉൾപ്രേരണ അതനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ ആവർത്തനത്തിൽ ആവർത്തനമില്ലാതെ പോകും. അപ്പോൾ ആസ്വദിക്കാൻ സാധിക്കും. അതാണ് വർത്തമാനത്തിൽ ജീവിക്കുമെന്ന് ആചാര്യന്മാർ ഉപദേശിക്കുന്നത്. ഭൂതത്തെയും ഭാവിയെയും കുറിച്ച് വെറുതെ ആവലാതിപ്പെട്ടും ആകുലപ്പെട്ടും, ഭൂതത്തെക്കുറിച്ച് ആവലാതി, ഭാവിയെക്കുറിച്ച് ആകുലത, ഇത് രണ്ടും ആവശ്യമില്ല. വെറുതെ ഏതായാലും ആവർത്തനമാണ് ജീവിതം. ആ ആവർത്തനത്തിൽ ആവർത്തനമില്ലാതെ ശ്രദ്ധിക്കുക, ആസ്വദിക്കാൻ ശ്രമിക്കുക. ഈ ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ ഇതിൽ ഒരുപാട് ആവർത്തനം വരും. യമനിയമങ്ങൾ, ആസനം, ഇതിലൊക്കെ ആവർത്തനം വരും. നമ്മൾ എന്തൊക്കെ എന്താ പറയുക, വളരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവർത്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഒരു തരത്തിൽ ഒരു പരിധിവരെ അതിനോട് ആസ്വാദനമുണ്ട് നമുക്ക്. ഈ സൽക്കർമ്മങ്ങളിലുള്ള ആവർത്തന, അതുപോലും ചിലപ്പോൾ കലിയുടെ ഗുണം കൊണ്ടോ അല്ലെങ്കിൽ വാസനാബലം കൊണ്ടോ ചിലപ്പോൾ ആവർത്തന തോന്നുന്നതായിരിക്കും. പക്ഷേ അതിൽ ആവർത്തനമില്ലാതെ ശ്രദ്ധിച്ചാൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും.
ആ ആവർത്തനത്തിലുള്ള ആവർത്തനമില്ലായ്മ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള ഉപാസനാ സമ്പ്രദായം, സാധനാ സമ്പ്രദായം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധയുണ്ടാവും, ശ്രദ്ധയിൽ നിന്ന് അഭ്യാസം ഉണ്ടാവും, അഭ്യാസത്താൽ ഉണർവുണ്ടാവും, അത് സംശയമില്ല. നമ്മുടെ ജീവിതത്തിലുള്ള വിരസതയ്ക്ക് കാരണം തന്നെ ഈ ആവർത്തനത്തിൻ്റെ ആസ്വാദനയില്ലായാണ്. ശ്രീകൃഷ്ണാവതാരം ജഗദീശ്വരൻ, അല്ലെങ്കിൽ സ്വയം ഇറങ്ങി വന്ന അവതാരം ശ്രീകൃഷ്ണാവതാരം. അവതാരത്തിൽ ഭഗവാന്റെ, ഇതെൻ്റെ ഗുരുനാഥൻ്റെ വാക്കാണ്, ഭഗവാന്റെ ആ സൗന്ദര്യത്തിന് കാരണം എന്നും പുതിയതാണ് ഭഗവാൻ. എല്ലാ ദിവസവും ഉണരുമ്പോൾ പുതിയ ആളാണ്. എന്നാൽ എല്ലാ ദിവസവും അദ്ദേഹം ചെയ്യുന്ന ഉപാസനകളെക്കുറിച്ച് 70-ാമത്തെ അധ്യായത്തിൽ ദശമസ്കന്ധത്തിൽ പറയും. അതും ഒന്ന് തന്നെയാണ്, പക്ഷേ ഓരോ ദിവസവും പുതിയ ആളായിട്ടാണ്. ഓരോ ദിവസവും പുതിയ ആളായി ആവർത്തനമില്ലാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ആസ്വാദനമായിട്ട് മാറും. ആ ആസ്വാദനത്തിൽ നമുക്കതിൻ്റെ ഗുണം ലഭിക്കും. ആസ്വാദനത്തിൽ നിന്ന് ഇഷ്ടമുണ്ടാവുമ്പോൾ അഭ്യാസമുണ്ടാവുമ്പോൾ ഉണർവുണ്ടായാൽ ലക്ഷ്യത്തിലേക്ക് എത്തി. അപ്പം ഇതെല്ലാം ഘട്ടം ഘട്ടമായിട്ട് ക്രമമുക്തി എന്നാണ് അതിനെ വിളിച്ചത്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ശരീരം ഉപേക്ഷിച്ചതിന് ശേഷമുള്ള അവസ്ഥയല്ല മുക്താവസ്ഥ, ശരീരത്തിൽ ഇരിക്കുമ്പോൾ സമ്പാദിക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ടാണ് ആ ക്രമമുക്തിയെ അവിടെ ശ്രീശുഖനും സൂചിപ്പിച്ചത്, ഭട്ടതിരിപ്പാടും അതിനെ വ്യാഖ്യാനം ചെയ്തത്. ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പ്രാപിക്കേണ്ട അവസ്ഥയാണ് ഈ മുക്തി എന്നുള്ളത്. മുക്തി എന്ന് വെച്ചാൽ നിസ്സംഗത്വമാണ്. ആ നിസ്സംഗത്വത്തെ ശീലിക്കാനാണ് ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത്. നിസ്സംഗം എന്നുള്ളതിൻ്റെ അർത്ഥം സംഘമില്ലായല്ല, തെറ്റിദ്ധരിക്കരുത്. നിസ്സംഗം എന്നുള്ളത് സംഘമില്ലായ്മയല്ല, സംഘത്തെ സത്സംഗമാക്കി മാറ്റലാണ്. സംഘത്തെ സത്സംഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് സത്സംഗമായി. സത്സംഗം കൊണ്ട് സംഘബോധം അല്ലെങ്കിൽ സംഘത്തിലുണ്ടാകുന്ന ദോഷം ബാധിക്കില്ല. അപ്പോൾ നിസ്സംഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിസ്സംഗം എന്ന് വെച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി തപസ് ചെയ്യാൻ നമ്മൾ ഋഷീശ്വരന്മാർ ഉപദേശിച്ചിരിക്കുന്നു എന്നാണ്. ഏത് പുരാണത്തിലാണോ അറിയില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നിസ്സംഗം എന്ന് വെച്ചാൽ സംഘമില്ലാത്ത അവസ്ഥയല്ല, സംഘത്തെ സത്താക്കി മാറ്റുക. ആ സംഘത്തെ സത്താക്കി മാറ്റാൻ സംഘത്തിൽ ഹരിഭാവന കൊണ്ടുവരിക. നിങ്ങൾ ആരെയായിട്ട് ഇടപഴകുമ്പോഴും ഹരിയാണ് എന്ന ഭാവത്തിൽ കൊണ്ടുവരിക. അപ്പോൾ അത് സത്തായി. അത് അറിയാത്ത സ്വാഭാവികമായ സത്സംഗമായി. ആ നിസ്സംഗഭാവം കൈവരിയും ഈ ഒരു 7-8 ഘട്ടങ്ങളിലൂടെ. ഇപ്പോൾ ഇതാ നമ്മൾ ഇരിക്കുന്നത് വിഷ്ണു പദത്തിലാണ്. ഭട്ടതിരിപ്പാട് നമ്മളെ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്നത്. അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ. അർച്ചിരാദിഗതി എന്ന് വെച്ചാൽ, അർച്ചിസ് എന്ന് വെച്ചാൽ തേജസ്, അർച്ചിസ് എന്ന് വെച്ചാൽ സ്ഫുരണം എന്നൊക്കെയാണ് അർത്ഥം. അഗ്നിയുടെ സ്ഫുരണം, സ്ഫുലിംഗം എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അർച്ചിരാദിഗതി, തേജോഗതി, ആദി എന്ന് വെച്ചാലോ തുടങ്ങിയത്. ഈ 7 ലോകങ്ങൾക്ക് മുകളിലേക്കുള്ള ഊർധ്വലോകങ്ങൾക്ക് 7 ലോകങ്ങൾക്ക് തേജോലോകങ്ങൾ എന്ന് പേരുണ്ട്. തേജോവസ്ഥയിലാണ്. കാരണം അനന്തൻ്റെ അടിയിൽ നിന്നുള്ള ചൂട്, ആ മറ്റ് പത്തുകളിൽ നിന്നുള്ള ചൂട് ഏറ്റവും അധികം ഉയർന്നു വരുന്നത് ഭൂമിക്ക് മുകളിലുള്ള ലോകങ്ങളിലേക്കാണ്. പിന്നെ ഈ തേജസ് എന്ന് പറയാൻ കാരണം ചിൽ സ്വഭാവം കൂടി വരുന്ന ലോകങ്ങളാണ്. ഓരോ ലോകം കഴിയുമ്പോഴും ഈ നിർമ്മമത, നിസ്സംഗത്വം കൂടി വരും, നിർവിണ്ണത്വം കൂടി വരും ഓരോ ലോകങ്ങൾ കൂടി വരുമ്പോൾ. അപ്പോൾ തേജോലോകങ്ങൾ എന്നീ സ്വർലോകങ്ങൾക്ക് പേരുണ്ട്. സ്വർലോകങ്ങൾ എന്ന് വെച്ചാൽ മുകളിലുള്ള ലോകങ്ങൾ. അതാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ഉദ്ദേശിച്ചത്. അർച്ചിരാദിഗതിം ഈദൃശിയും വർജൻ. ഇത്തരത്തിലുള്ള അർച്ചിരാദി, തേജോലോകാദി, ഞാൻ പറഞ്ഞു ഒരിക്കലും ഇവിടെ ഭൂർലോകം കഴിഞ്ഞാൽ ജനോലോകം, തപോലോകം, അങ്ങനെ കടന്ന സത്യലോകം വരെയുള്ളതാണ് മുകളിലേക്കുള്ള 7 ലോകങ്ങൾ. ആ ലോകങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച്, വ്രജൻ എന്ന് വെച്ചാൽ സഞ്ചരിച്ച്, ആര്?
ഒരു യോഗി. വിച്യുതിം ന ഭജത്തെ ജഗൽപതേ. വിച്യുതി എന്ന് വെച്ചാൽ വിശേഷണയുള്ള ച്യുതി. ച്യുതി എന്ന് വെച്ചാൽ വീഴ്ച. വിശേഷണയുള്ള ച്യുതി, വീഴ്ച എന്ന് വെച്ചാൽ വിശേഷണയുള്ള വീഴ്ച ഏതാ? ഇത്രയെല്ലാം ഭഗവാനെ ആരാധിക്കുകയും മറ്റും ചെയ്ത് വീണ്ടും ഈ ശരീരത്തിലേക്കുള്ള ജീവൻ്റെ പ്രവേശനത്തിനെയാണ് വിച്യുതി എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. മരണം എന്നുള്ളത് ജീവാത്മാവ് വീണ്ടും ഒരു ശരീരം സ്വീകരിക്കുന്നതിനാണ് മരണം എന്ന് പറയുന്നത്. മരണം തന്നെയാണ് ഇവിടെ വിച്യുതി എന്ന് ഉദ്ദേശിച്ചത്. ആ മരണാവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇവിടെ ജനന മരണ പ്രവാഹത്തിൽ, സംസാര പ്രവാഹത്തിൽ മുങ്ങിക്കിടന്ന് വെള്ളം കുടിക്കേണ്ടി വരും. അപ്പോൾ വിച്യുതി എന്ന് ഉദ്ദേശിച്ചത് മരണം, മൃത്യു. വിശേഷണയുള്ള ച്യുതി, അതൊരു വീഴ്ചയാണല്ലോ മരണം. ന ഭജതേ, അവർക്കത് ഇല്ല. ജഗൽപതേ, ജഗത്തിൻ്റെ മുഴുവൻ നാഥനായ അവിടുത്തെ പദത്തിലെത്തിക്കഴിഞ്ഞവന് വീണ്ടും ഒരു ശരീരം സ്വീകരിക്കേണ്ട അവസ്ഥ, ഒരു മരണാവസ്ഥ, അത് സംഭവിക്കുകയില്ല. ഇത് ഗജേന്ദ്രമോക്ഷത്തിലൊക്കെ ഇതിൻ്റെ വളരെ വിസ്തരിച്ചിട്ടുള്ള രൂപം പറയുന്നുണ്ട്. അല്ലെങ്കിൽ വിമോക്ഷം എന്ന പദത്തിൻ്റെ അർത്ഥമൊക്കെ അവിടെ പറയുന്നുണ്ട്. ഗജേന്ദ്രൻ പറയുന്നു അവിടെ, എനിക്ക് ഈ ഗജേന്ദ്രൻ എന്ന ആന ശരീരത്തിൽ നിന്നുള്ള രക്ഷയല്ല വേണ്ടത്, അതങ്ങ് രക്ഷിക്കും. പക്ഷെ ഞാൻ വീണ്ടും കാട്ടിൽ പോയി ഇതാ ആ വെടിയാനകളുടെയും കുട്ടിയാനകളുടെയും കൂടെ ജീവിക്കേണ്ടി വരും. അത് ഒഴിവാക്കി തരാൻ ഗജേന്ദ്രൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് വാസ്തവത്തിൽ മുക്താവസ്ഥ. കാരണം ഈ കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് തൊട്ടപ്പുറത്തെ കുളത്തിൽ പോയി വീണാൽ അതിനെന്താ അർത്ഥമുള്ളത്? അപ്പോൾ ഈ മനുഷ്യ ശരീരത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ട് സൽക്കർമ്മമൊക്കെ ചെയ്ത് രക്ഷപ്പെടും. പക്ഷേ കർമ്മവാസനയാൽ വീണ്ടും ഇവിടേക്ക് തന്നെ എത്തപ്പെട്ടാലോ? അതുകൊണ്ടാണ് യോഗമാർഗങ്ങൾ, അതാണ് യോഗി എന്ന് അവിടെ പരോക്ഷമായിട്ട് ഭട്ടതിരിപ്പാട് ഉദ്ദേശിച്ചത്. യോഗമാർഗങ്ങളിലൂടെ വാസനാബലം ഇല്ലാതെയാക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും ഭക്തിയോഗത്തിനാണ് അതിനുള്ള ശേഷി എന്ന് ഭാഗവതം ഉദ്ഘോഷിക്കുന്നു. നാമം ജപത്തിലൂടെ ഭരതയോഗീശ്വരൻ്റെ ഉപദേശത്തിൽ പറയും, സത്സംഗത്തിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് മറ്റ് ലൗകിക കാര്യങ്ങളിലേക്ക് അത്ര ശ്രദ്ധയുണ്ടാവില്ല, ലൗകിക കാര്യങ്ങളിലേക്ക് അത്ര ചിന്ത പോവില്ല അദ്ദേഹത്തിന്. കാരണം മനസ്സ് മുഴുവൻ അതിലാണ്. അങ്ങനെ വരുമ്പോൾ നിർഗുണനായ ഭഗവാനിൽ മനസ്സുറപ്പിച്ച ഒരുത്തൻ്റെ മനസ്സും അവസ്ഥയും നിർഗുണം ആയിത്തീരും. ബാഹ്യമായ ഒരു ഇടപെടലുകളും ബാഹ്യമായ ഒരു കലഹങ്ങളും ബാഹ്യമായ ഒരു ചിന്തയും അദ്ദേഹത്തിന് ഈ സത്സംഗവേദിയിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാവുകയില്ല. എന്നുണ്ടെങ്കിൽ ഗ്രാമ്യ കഥാവിഘാത എന്നാണ് അദ്ദേഹം ഭരതയോഗീശ്വരൻ അവിടെ പറയണത്. ഗ്രാമ്യ കഥകളെക്കുറിച്ചിട്ടുള്ള ഒരു ചിന്തയും അവിടെ ഉണ്ടാവില്ല. എങ്ങനെയുള്ളവന്? നിഷേവ്യമാണോ അനുദിനം ഇതിനെ ഇത്തരത്തിൽ ശീലിക്കുന്നവന്, സത്സംഗത്തിൽ പോയിരിക്കുന്നവന്. അപ്പോൾ സത്സംഗത്തിലൂടെ തന്നെ നിസ്സംഗത്വത്തിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ നിസ്സംഗത്വത്തിൻ്റെ അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞു അത്. അപ്പോൾ ഈ യോഗമാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഉദ്ദേശം കർമ്മവാസനകൾ ഇല്ലാതായി തീരാനാണ്. കർമ്മവാസന ഉണ്ടായാൽ മരണമാണ്. കർമ്മവാസന ഉണ്ടായിക്കഴിഞ്ഞാൽ, അവശേഷിച്ച് കഴിഞ്ഞാൽ ഈ ശരീരം ആ വാസനയ്ക്കനുസരിച്ച്, ഈ ജീവൻ ആ വാസനയ്ക്കനുസരിച്ച് ഒരു ശരീരം സ്വീകരിക്കേണ്ടതായിട്ട് വരും. അത് മരണത്തിന് തുല്യമാണ്. പിന്നെ ആദ്യവട്ടം കറങ്ങണം. ഇവിടെയല്ല, അത് കിണറ്റിൽ നിന്ന് കുളത്തിലേക്ക് എടുത്ത് ചാടുന്ന പോലെ തന്നെയുള്ളൂ. കാരണം തൽക്കാലം വെള്ളം കുടിക്കാണ്ട് രക്ഷപ്പെട്ടു, നീന്തൽ അറിയൂല. അങ്ങനെ അതാ കിണറിൻ്റെ മുകളിലെത്തി, ഇതാ ഒന്ന് അങ്ങോട്ട് ചാടിയത് തൊട്ടപ്പുറത്തൊരു കുളം ഉണ്ടായിരുന്നു, ആയിരിക്കാം വീണത്. എന്നിങ്ങനെയുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ യോഗമാർഗങ്ങളിലൂടെ സഞ്ചരിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല, മാധ്യമമില്ല. പ്രത്യേകിച്ചും ഭക്തിയോഗം. ഭക്തിയോഗത്തിൻ്റെ പ്രത്യേകത ഈ കർമ്മവാസനകളെ നശിപ്പിക്കാനുള്ള ശേഷി മറ്റൊരു യോഗത്തിനും ഇല്ല. അനുദിനം സേവനം ചെയ്യുന്നവന് ഗ്രാമ്യകഥകളെക്കുറിച്ചിട്ടുള്ള ചിന്തയുണ്ടാവില്ല. അവൻ ആ സത്സംഗത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ
ഹരികഥ, ഹരിഗാനം, ഇത് മാത്രം. ആ ഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്ന ആളായിത്തീരും. അതാണ് വിഷ്ണുപദം എന്നുദ്ദേശിച്ചത്. സത്സംഗത്തിൽ വന്നിരിക്കുന്ന ജീവാത്മാവിന് ലഭിക്കുന്ന ആനന്ദത്തെ മോക്ഷമെന്ന് വിളിക്കാം. അത് താൽക്കാലികമാക്കരുതെന്ന് മാത്രം. അതാണ് ഭരതയോഗീശ്വരൻ അവിടെ ഉപദേശിച്ചത് അനുദിനം എന്ന് ഉപദേശിച്ചത്. താൽക്കാലികമായ ഒരു ഘോഷമായിട്ട് മാറരുത്. പുറത്തേക്ക് ഇറങ്ങിയാൽ അതിൻ്റെ കുറച്ചെങ്കിലും നമുക്ക് ഉള്ളിൽ സ്ഥിരപ്പെടുത്താൻ സാധിക്കണം. അപ്പോൾ ഇങ്ങനെ അനുദിനം എന്ന് പറയാൻ കാരണം അതാ, അഭ്യാസത്തിലൂടെ നമുക്ക് മനസ്സിനെ അങ്ങോട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇവിടെ വിച്യുതിം ന ഭജതേ ജഗൽപതേ. ജഗദീശ്വര, അവർക്ക് മരണമെന്ന അവസ്ഥയില്ല. ജഗദീശ്വരൻ എന്നവിടെ വിളിക്കാൻ കാരണം തന്നെ അതാണ്. പ്രപഞ്ചത്തിന് മുഴുവൻ നാഥനായ അവിടുത്തേലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന് തിരിച്ചു വരവില്ല, ആ ജീവാത്മാവിന്. സച്ചിദാത്മക ഭവത് ഗുണോദയാൻ, അവിടെയും വിളിച്ചു. സച്ചിദാത്മക എന്ന് വിളിച്ചു. സത്യചിത്ത് തുടങ്ങിയ ആനന്ദ സ്വരൂപത്തിനോട് കൂടിയവനെ. സച്ചിദാത്മക. ഈ സത്തും ചിത്തൊന്നും ഗുണമില്ലാത്തതാണ്. ഗുണമില്ലാത്ത അവിടുത്തെ ഭാവത്തെ ആശ്രയിച്ച് എങ്ങനെ ആശ്രയിക്കുക? ഭവത് ഗുണോദയാൻ. അവിടുത്തെ ഗുണോദയം എന്ന് വെച്ചാലോ, അവിടുത്തെ അപദാനങ്ങൾ, അവിടുത്തെ നാമങ്ങൾ, അവിടുത്തെ ലീലകൾ പാടി 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 പാടി. അവിടെ ഭക്തിയോഗമാണ്. സച്ചിദാത്മക, അവിടുന്ന് നിർഗുണനാണ്, അദ്വൈത സ്വഭാവത്തോടു കൂടിയവനാണെങ്കിലും ഞാൻ എൻ്റെ കർമ്മവാസനകളെ, ദ്വൈത ഭാവത്തെ ഇല്ലാതെയാക്കാൻ ഞാൻ ആശ്രയിക്കുന്നത് അവിടുത്തെ നാമങ്ങൾ പാടിക്കൊണ്ടാണ്. ഉച്ചരന്തമനിലേശ പാഹിമാം. അത് വളരെ പതുക്കെ നാമം പാടി എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഉച്ചത്തിൽ പാടി ഗായം എന്ന് കുഹജന വിവത്സ്യാമി വിജനെ എന്ന് ചോദിച്ചില്ലേ ആദ്യം. പാടി 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 ഞാൻ ഉച്ചത്തിൽ പാടി നടക്കും. അങ്ങനെയുള്ളവന് എവിടെയാ മരണബോധം? അങ്ങനെയുള്ളവന് എവിടെയാ മരണം? അതിനെന്നെ അനുഗ്രഹിക്കണേ, എന്നെ രക്ഷിക്കണേ. അനിലേശ എന്നുകൂടി വളരെ രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വായുപരേശ എന്നർത്ഥം. വായുവിനെ കുറിച്ചാണല്ലോ, ജീവൻ്റെ ഈ ഗതിയെക്കുറിച്ചാണല്ലോ ഈ ദശകം മുഴുവൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ അനിലേശ എന്ന പദപ്രയോഗം നടത്തിയിരിക്കുന്നത്. ആ വിളിക്കൊക്കെ അദ്ദേഹത്തിന് ഓരോ കാരണങ്ങളുണ്ട്. ആ അനിലേശ എന്ന് വിളിച്ചത് കാരണം 4-ാമത്തെ ദശകം മുഴുവൻ ജീവൻ്റെ ക്രമമായിട്ടുള്ള കർമ്മവാസനകളെ നശിപ്പിക്കാനുള്ള അഷ്ടാംഗ പദ്ധതിയാണ്. അതിനുശേഷം ജീവനെക്കുറിച്ചിട്ടുള്ള ഗതിയാണ്. ജീവൻ എങ്ങനെ മോക്ഷം പ്രാപിക്കുന്നു എന്നുള്ള അവസ്ഥയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഉച്ചരന്തം, അത് ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ വെറുതെ ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു സുപ്രഭാതത്തിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളായിട്ട് നടക്കാതെ, ഉച്ചരന്തം എന്ന് വെച്ചാൽ ആചരിച്ച് ഉണർവിലേക്ക് എത്തുന്ന, നേരത്തെ പറഞ്ഞ ഉണർവ് എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ് ഉച്ചരന്തം എന്ന് പറയുന്നത്. പാടി 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 ഭവത് ഗുണോദയാൻ. ഇതാ പാടി ഉച്ചരന്തം, ഭവത് ഗുണോദയാൻ ഉച്ചരന്തം, ഉച്ചത്തിൽ പാടി എന്നർത്ഥം. അങ്ങനെ പാടി 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 ആ അവസ്ഥയിലേക്ക് എത്തുന്ന ആളായിട്ട് ഞാൻ മാറും. ഭഗവാനെ വായുപരേശ, എന്നെ രക്ഷിക്കണേ എന്നാണ് ദശക സമർപ്പണം. ഇവിടെ ഈ സമർപ്പണ ഭാവത്തിൽ ശ്രീശുഖൻ്റെ ഒരു ശ്ലോകം വളരെ പ്രസക്തമാണ്. വ്യാഖ്യാതാവ് അത് അവിടെ കൊടുത്തിട്ടുണ്ട്. തസ്മാൽ സർവാത്മനാരാജൻ ഹരിസർവത്ര സർവദാ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യോ ഭഗവാൻ നൃണാം എന്ന് ദ്വിതീയ സ്കന്ധത്തിൽ കാണാം. അതുതന്നെ അവിടെ സമർപ്പിച്ചിരിക്കുന്നത്. ക്രമമുക്തി പറഞ്ഞു കഴിയുമ്പോൾ ഇതുകൊണ്ടാണ് ഹരിയാണ് എല്ലായ്പ്പോഴും ആശ്രയിക്കേണ്ടവനും കേൾക്കേണ്ടവനും കീർത്തിക്കേണ്ടവനും എന്ന് ശ്രീശുഖൻ അവിടെ പറയാം. അതുതന്നെയാണ് ഇവിടെ സ്ഥാപിച്ചത്. അവിടുത്തെ തന്നെ ആശ്രയിക്കുക, അവിടുത്തെ തന്നെ ഓർക്കുക, അവിടുത്തെ തന്നെ കീർത്തിക്കുക. അർച്ചനം, വന്ദനം, ദാസ്യം എന്നുള്ളതിന് പകരം ശ്രവണം, സ്മരണം, കീർത്തനം. അങ്ങനെ ഇതാ ദശക സമർപ്പണത്തിലേക്ക് എത്തുമ്പോഴേക്കും സ്ഥാപിക്കുകയാണ്. ഹരി സർവത്ര സർവദാ എന്ന് പറഞ്ഞത് തന്നെയാണല്ലോ ഇപ്പോൾ അവിടെ പറഞ്ഞത്. ഏത് ലോകങ്ങളിലൂടെ പോകുമ്പോഴും
അവിടുന്ന് തന്നെ എന്നവിടെ സൂചിപ്പിച്ചുല്ലോ. അവസാന ഘട്ടത്തിൽ അവിടുന്ന് തന്നെ. ഇനി അതിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ നിലനിൽപ്പുള്ളതും അവിടുന്ന് തന്നെ എന്ന് സ്ഥാപിച്ചുല്ലോ. അപ്പോൾ ഹരി സർവത്ര സർവദാ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യോ ഭഗവാൻ നൃണാം. ശ്രവണകീർത്തന സ്മരണങ്ങൾ ചെയ്യേണ്ടത് ഈ ഹരിയെ തന്നെ. ഓർക്കുന്നെങ്കിൽ ഹരിയെ ഓർക്കൂ, ഭജിക്കുന്നെങ്കിൽ ഹരിയെ ഭജിക്കൂ, കീർത്തിക്കുന്നെങ്കിൽ ഹരിയെ കീർത്തിക്കൂ, കേൾക്കുന്നെങ്കിൽ ഹരിയെ കേൾക്കൂ. ഇത് അഭ്യാസമാണ്. അതാണ് നിഷേവ്യമാണോ അനുദിനം എന്ന് ഭരതയോഗീശ്വരൻ്റെ കൂട്ടിച്ചേർത്തത്. അർച്ചിരാധിഗതിം ഈദൃശിയും വ്രജൻ. തേജോലോകങ്ങൾ എന്ന തേജോലോകാദി ലോകങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു ഈ യോഗി. ഊർധ്വലോകങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഈ യോഗി വിച്യുതിം ന ഭജതേ ജഗൽപതേ എന്ന് വെച്ചാൽ ഉച്ചരന്തം എന്നുള്ളതിനായിട്ട് ഇത് ഘടിപ്പിക്കുക. മരണമില്ലാത്ത അവസ്ഥ, ഇത് ഉച്ചരന്തം, ഉച്ചരിച്ചുകൊണ്ട് എന്നാണ് അർത്ഥം. ഉച്ചരിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വ്യാഖ്യാനം ഞാൻ കുറച്ച് ഭാവാത്മകമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഉച്ചരിക്കുക എന്ന് വെച്ചാൽ പുറപ്പെടുവിക്കുക, ഉച്ചത്തിൽ പുറപ്പെടുവിക്കുക. ഉച്ചരിക്കുക എന്ന് വേറെ അർത്ഥമുണ്ട്, അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഈ ഭജന അവിടുത്തെ കീർത്തനങ്ങൾ ഉച്ചത്തിൽ പാടി 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 സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ, അവിടുത്തെ ഗുണോദയങ്ങളെ അപദാനങ്ങളെ പാടി ഉച്ചരന്തമനിലേശ പാഹിമാം, ഞാൻ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. വായുപുരേശ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്നാണ് ദശകസമർപ്പണം ഇവിടെ നാരായണ ഭട്ടതിരിപ്പാട് നടത്തിയിരിക്കുന്നത്. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണൻ.